ഇതിലെ മദേഴ്സ് ഡേ സ്പെഷ്യലാണ് ചിക്കൻ പെരട്ട്. ചിക്കൻ പെരട്ട് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമേ. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക. എന്ന് വെച്ചാൽ അതാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റും. അതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും പുരട്ടി മാഗ്നേറ്റ് ചെയ്തിട്ട് ഇന്നലെ വെച്ചതായിരുന്നു. അരമണിക്കൂറെല്ലാം വെച്ചാലും മതി. പിന്നെ അങ്ങനെ പെരക്കി വെച്ച ചിക്കൻ പൊരിച്ചു. ഇൻഡക്ഷനിലാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് മറിച്ചിട്ടിട്ട് പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിലോട്ടേക്ക് ഉള്ളി 2-3 മീഡിയം സൈസ് നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് വഴറ്റി കൊടുത്തു. അത് നല്ല വഴറ്റി നല്ലൊരു മണം വരുമ്പോൾ ആ എണ്ണയിലുകൊണ്ട് എണ്ണയിൽ തന്നെ മൂക്കും. ഒരു 3-4 സ്പൂണ് തേങ്ങ ചിരവിയത് ഞാൻ ഇട്ട് കൊടുത്തു അതിലോട്ടേക്ക്. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്ന് പറഞ്ഞാൽ ഗ്രാമ്പു പട്ടയിലൊക്കെ പൊടിച്ചത് അതും ഇട്ട് കൊടുത്ത് എണ്ണയില്ലോണ്ട് അത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി അരച്ചത് ഇട്ടിട്ട് ഇതെല്ലാം മൂത്തതിന് ശേഷമാണ് ഇട്ട് വഴറ്റി അതിൻ്റെയും കൂടി പച്ചമണം പോയതിന് ശേഷം അന്ന് ഇൻഡക്ഷൻ ഓഫാക്കേണ്ടത് കേട്ടോ. തീ കൂട്ടിയും കുറച്ചും ചെയ്യണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതേ ഇതിന് മെയിനായിട്ട് നോക്കണ്ടോ. ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? തക്കാളിയും പച്ചമുളകും അരച്ചത് ഇട്ടപ്പോൾ അതിൻ്റെ ഗ്രേവി നല്ല ഇതായി. പിന്നെ ഇനി പെരട്ടായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയെടുത്തത്. ഇത് തന്നെ നമുക്ക് ചാറ് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ചാറാക്കാം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം കുറച്ച് ഒഴിച്ചാൽ ചാറ്. ചിലവർക്ക് എന്ത് കറിയണമെങ്കിലും ചാറ് വേണമെന്ന് പറയാം. അപ്പോൾ ഇത് പെരട്ടായിട്ട് ആക്കിയതാണ് ഞാൻ. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എണ്ണ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടുത്തെ ഒരു കടുകെണ്ണയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ഇങ്ങനെയാണെന്ന് ഉണ്ടാക്കലേ, അഥവാ അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയാം, കാണിക്കുന്ന പോലെയല്ല. നമ്മൾ പൊരിച്ചിട്ട് ചിക്കൻ്റെ പൊരിച്ചിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ ഉള്ളി ഇടേണ്ടത്. ഉള്ളി ഇട്ടിട്ട് ഉള്ളിയുടെ പച്ചമണത്തിൽ നമ്മൾ വേറെ എന്ത് ചെയ്താലും ആ കറീൻ്റെ ടേസ്റ്റേ പോവും. അപ്പോൾ പച്ചമണം പോയിട്ട് ഈ തേങ്ങയും കറിവേപ്പില ഇടുമ്പോൾ ഒരു നല്ല മണം വരില്ലേ. നമ്മൾ ഉള്ളി വറവല്ലാക്കുന്നവർക്ക് അറിയായിരിക്കും. ആ നല്ല മണം വരുന്ന സമയത്താണ് ഈ പൊടികളെല്ലാം ഇടുന്നത്. പൊടികളെല്ലാം ഇടുമ്പോൾ നമ്മൾ തിരി കുറച്ച് വെക്കണം. അതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പോൾ ഒരേ റെസിപ്പി തന്നെ പല ആൾക്കാരുണ്ടാക്കുമ്പോൾ പല ടേസ്റ്റ് വരുന്നത് അതുകൊണ്ടല്ലേ. അവർ ക്ഷമയാണ് ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടത്തോടെ ഉണ്ടാക്കണം. ഒരു ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലെല്ലാം ഉണ്ടാക്കുമ്പോൾ ആ ആഗ്രഹവും ഇഷ്ടവും ക്ഷമയെല്ലാം ഭക്ഷണത്തിലേക്ക് പോകും. അങ്ങനെയുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയുണ്ട് എന്നാണ് പറയുന്നത്. പുതിയ പുതിയ അറിവുകളാണ്. നമ്മൾ ചിന്തിക്കുന്ന ചിന്ത പോലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് പോകും, അത് കഴിക്കുന്ന ആളിലേക്കും പോകുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്ന് വിചാരിക്കുന്നറിയാം, ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പണ്ട് പറയില്ല അമൃത് പോലത്തെ ഭക്ഷണം എന്ന് പറയില്ല. പറഞ്ഞാൽ നല്ല ഭക്ഷണമാണ് ഇത് കഴിക്കുന്നവർക്ക്. പിന്നെ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നല്ല ബുദ്ധിശക്തിയും നല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടാക്കും. അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം പഠിച്ച കുറേ നല്ല കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളും അതുപോലെല്ലാം ഉണ്ടാക്കി ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മളല്ലാണ്ട് വേറെ എന്തെല്ലോ നമുക്കെന്തെങ്കിലും ശത്രുത ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറ്റി ആലോചിച്ചിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ചിലവരുണ്ടാക്കൂലേ. അതിന് പകരം നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാക്കി ആലോചിച്ചിട്ടുണ്ടാക്കിയാൽ അത് കഴിക്കുന്നവരിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്ന പറയുന്നത്. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്, അതുകൊണ്ട് പറഞ്ഞു തരുന്നു ഞാൻ. ഓക്കെ, താങ്ക് യു.